ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോ ജനത്തെ പഠിപ്പിച്ചും അവരെ ശുശ്രൂഷിച്ചും അനുകമ്പയോടെ യാത്ര ചെയ്യുമ്പോൾ ഈശോ ജനക്കൂട്ടത്തിന്റെ മധ്യേ ഇങ്ങനെ വരുമ്പോ ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടപ്പോ കാഴ്ചയില്ലാതിരുന്ന അന്ധനായ തിമേയുസിന്റെ പുത്രനായ ബർത്തുമേയോസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്, യേശുവേ ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന്. അവന് കാഴ്ചയില്ല. അവൻ അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചു, എന്താണ് ഈ ബഹളം? അപ്പൊ ആൾക്കാർ പറഞ്ഞു, നീ മിണ്ടാണ്ടിരിക്കേ, അത് ഈശോ പോണതാണ്. ഈശോയാണ് പോകുന്നത് കേട്ടപ്പോ അവന് മനസ്സിലായി, അവനാണ് എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അപ്പൻ, എന്റെ സ്വർഗീയ അപ്പൻ. ഞാനിപ്പോ എന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് എനിക്കിപ്പോ കാഴ്ചയൊക്കെ പോയിരിക്കുകയാണ്. എനിക്ക് ആളുകളെ നോക്കുമ്പോ എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് ആളുകളെ ഉപരിയായിട്ട് എനിക്ക് സമ്പത്തും എന്റെ സ്ഥാനമാനങ്ങളും എന്റെ മഹത്വവും ഒക്കെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഈ അന്ധതയിൽ നിന്ന് എനിക്ക് പുറത്തു കിടക്കണം. അവൻ ഉറക്ക ഈശോയെ വിളിച്ചു കരയുകയാണ്, യേശുവേ ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. ഈശോ പുടുങ്ങനെ അവൻ നിന്നു. എന്നിട്ട് പറഞ്ഞു, അവൻ എന്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു. ആൾക്കാരെ പറഞ്ഞു, നിന്നെ ഈശോ വിളിക്കുന്നു. അവനോടനെ തന്റെ പുറങ്കുപ്പായ ദൂരെയാണ് ഈശോയുടെ അടുക്കിലേക്ക് ഓടിച്ചു ചാടിച്ചു. എന്നിട്ട് ഈശോ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? അവൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് കാഴ്ച വീട്ടിൽ കിട്ടണം, എനിക്ക് കാഴ്ച വീട്ടിൽ കിട്ടണം, എനിക്ക് പണ്ടത്തെ പോലെ ആളാണ്. ഈശോ പറഞ്ഞു, നിനക്ക് കാഴ്ച വീട്ടിൽ കിട്ടട്ടെ, നിനക്ക് കാഴ്ച ഉണ്ടാകട്ടെ. ഇന്ന് ഈ അത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുൻപിൽ നമ്മളും ആ അന്ധയാചകനെ പോലെ നിർത്തുകയാണ്. തിമേയുസിന്റെ പുത്രനായ ബർത്തുമേയോസിനെ പോലെ നമുക്കും ഈശോയെ കാണാൻ അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയെ കാണുന്നു. പക്ഷേ ഈശോയാണത് പൂർണ്ണമായിട്ടൊക്കെ അനുഭവിക്കാൻ മനസ്സിലാക്കാൻ പറ്റണില്ല. അന്ധതയാണ്, അന്ധത. നമ്മൾ ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. ഈശോ പറയുകയാണ്, എന്നെ ഉപരിയായി മറ്റെന്തിനെങ്കിലും ഒക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ ആഗ്രഹിക്കുന്നില്ല. അത് ഭർത്താവാണെങ്കിൽ, അത് ജീവിതമാണെങ്കിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. ഈശോ നൽകിയതാണ് ഭർത്താവിന്. മക്കളാണെങ്കിൽ പോലും ഈശോ നൽകിയതാണ് മക്കളെ. ജോലിയാണെങ്കിൽ പോലും ഈശോ നൽകിയതാണ് ജോലി. അത് തിരിച്ചറിഞ്ഞ് ഈശോയെ നമ്മൾ വിളിക്കണം. യേശുവേ ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ. അങ്ങനെ വിളിക്കുമ്പോ ഈശോയെ എന്ന് വിളിക്കുമ്പോ ഈശോ അവിടെ നിന്ന് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ നമുക്ക് ഈ അന്ധയാചകനെ പോലെ പറയാൻ പറ്റണം, എനിക്ക് ഇന്നത് വേണ്ട ഈശോയെ, എനിക്ക് വിശ്വാസം വേണ്ട ഈശോയെ, എനിക്ക് പാപമോചനം വേണ്ട ഈശോയെ, എനിക്ക് സൗഖ്യം വേണ്ട ഈശോയെ, എനിക്ക് കടബാധ്യത നീങ്ങിപ്പോണ ഈശോയെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന ചിന്ത വിട്ടുപോകണ ഈശോയെ, എനിക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റണ ഈശോയെ, എന്റെ പദ്ധതികളെ വിശദീകരിക്കണ ഈശോയെ, ആസക്തികളുടെ മോശമായ വീഡിയോസ് കാണുന്ന ആ രീതിയിൽ മാറ്റി കിട്ടണ ഈശോയെ, എന്റെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കുത്തിപ്പറിക്കുന്ന രീതി നോക്കണം നിർത്തണ ഈശോയെ, എന്നിലെ ജഡാസക്തി മാറ്റി തരണ ഈശോയെ, എനിക്ക് മദ്യാസക്തി മാറ്റി തരണ ഈശോയെ, കുറ്റം പറയുന്നത് മാറ്റി തരണ ഈശോയെ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണ ഈശോയെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറക്കം വെച്ചുകൊണ്ട്